ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ആലപ്പുഴ ആര്യാട് കൊലപാതകത്തിൽ പ്രതികൾ പിടിയിലായിരിക്കുന്നു. ഷെൽജാദും കൂട്ടാളി അനന്തവും കായംകുളത്ത് ഒളിവിൽ കഴിയവെയാണ് പിടിയിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആര്യാട് സ്വദേശി അഖിലിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കുത്തിക്കൊലപ്പെടുത്തിയത്. മനീഷ് മെഹ്വാലുണ്ട്. മനീഷ് മെഹ്വാൽ, ഈ കൊലപാതകികളുടെ ചിത്രങ്ങൾ നമ്മൾ രാവിലെ തന്നെ കൊടുത്തിരുന്നു. CCTV ദൃശ്യങ്ങൾ. അവർ ബാംഗ്ലൂരിലേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് കരുതിയത്. പക്ഷേ കായംകുളത്ത് നിന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നോ മനീഷ്? അരുൺകുമാർ, ഈ പ്രതികൾക്ക് വേണ്ടി വലവിരിച്ച് കാത്തിരിക്കുകയായിരുന്നു ആലപ്പുഴ നോർത്ത് പോലീസ്. 3 സംഘങ്ങളായി തിരിഞ്ഞ് കായംകുളത്തും ആലപ്പുഴയിലും എറണാകുളത്തുമായിരുന്നു ഇന്ന് അന്വേഷണത്തിലുണ്ടായിരുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന ശേഷം ആലപ്പുഴ, അതായത് ട്രെയിൻ മാർഗമാണ് പ്രതികൾ സഞ്ചരിക്കുന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ബാംഗ്ലൂരിലേക്ക് കൂടി അന്വേഷണം വ്യാപിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി പ്രതികൾ കായംകുളത്തേക്ക് എത്തുമെന്നുള്ള രഹസ്യ വിവരം കിട്ടിയിരുന്നു. അതായത് സുഹൃത്ത് മുഖേന. ഫോൺ കയ്യിൽ കരുതിയിട്ടില്ലാത്ത പ്രതികൾ പക്ഷേ കായംകുളത്തെ ഒരു സുഹൃത്തിനോട് കായംകുളത്ത് ഇന്ന് രാത്രിയിൽ എത്തുമെന്ന വിവരം ഉച്ചയോടുകൂടി കൈമാറിയിരുന്നു. ഇത് നേരത്തെ തന്നെ CDR വിവരങ്ങൾ പ്രകാരം പോലീസിന് ഇവരുടെ സുഹൃത്തുക്കൾ മുഖേന ഇത് അറിയാൻ കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ വൈകുന്നേരം മുതൽ തന്നെ ഇവർക്ക് വേണ്ടി കായംകുളത്ത് വലവിരിച്ച് കാത്തിരിക്കുകയായിരുന്നു ആലപ്പുഴയിലെ നോർത്ത് പോലീസ്. അങ്ങനെ ആലപ്പുഴയിൽ കായംകുളത്തിനും ഓച്ചിറയ്ക്കും ഇടയിൽ ആളൊഴിഞ്ഞ ഒരു പറമ്പിലെ പഴയ ഒരു ഷെഡിൽ അവിടേക്ക് ഇവർ എത്തും എന്ന, അതായത് ആ ഒളിവ് സങ്കേതം ഒരുക്കണമെന്ന് നേരത്തെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. അങ്ങനെ പോലീസ് ഉണ്ടാക്കിയ തിരക്കഥ അവിടേക്ക് തന്നെ പ്രതികൾ എത്തിച്ചേരുകയായിരുന്നു. അങ്ങനെ ഈ കേസിലെ 1-ാം പ്രതി ജൽഷാദും അനന്തവും അവിടെ എത്തിച്ചേർന്നു. ആലപ്പുഴ നോർത്ത് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇപ്പോഴിതാ ആലപ്പുഴയിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് 5:30 ആലപ്പുഴ ആര്യാട് സ്വദേശി 25-കാരൻ അഖിലിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കത്തികൊണ്ട് ഒറ്റ കുത്തിലാണ് തൽക്ഷണം അവിടെ വെച്ച് അഖിൽ മരിച്ചു, കുത്തി കൊലപ്പെടുത്തിയത്. ഇവർ തമ്മിലുള്ള, അതായത് കൊല ചെയ്യപ്പെട്ട അഖിലും ഒട്ടേറെ ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അവിടെ വെച്ച് കുത്തി കൊലപ്പെടുത്തിയ ശേഷം പിന്നീട് ആലപ്പുഴ വരെ എത്തിയതാണ് ഏറ്റവും അത്ഭുതകരമായ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന കാര്യം. അവിടെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഓട്ടോയ്ക്ക് പിന്നിൽ കയറിയ ശേഷം ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കഴുത്തിൽ കത്തി വെച്ചാണ് ആലപ്പുഴ ആര്യാട് നിന്നും ആലപ്പുഴ വരെയുള്ള ദൂരം, ഏകദേശം 6 കിലോമീറ്ററോളം ദൂരം ഈ ഓട്ടോ ഡ്രൈവറെ മുൾമുനയിൽ അല്ലെങ്കിൽ കത്തിമുനയിൽ നിർത്തിയാണ് ആലപ്പുഴ വരെ എത്തി. പിന്നീടാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രക്ഷേപണം ചെയ്തത്. എന്നാണെങ്കിലും ഈ പ്രതികൾ ബാംഗ്ലൂർ പോയിട്ടില്ലായിരുന്നു. ആലപ്പുഴയിൽ നിന്നും പോയത് എറണാകുളത്തേക്കായിരുന്നു. എറണാകുളത്ത് നിന്നാണ് ഇപ്പോഴിതാ കായംകുളത്തേക്ക് ഇന്ന് വൈകിട്ട് എത്തിയതും ആലപ്പുഴ നോർത്ത് പോലീസിന്റെ പിടിയിലായിട്ടുള്ളതും. ഈ കൊലപാതകത്തിന്റെ കാരണമടക്കമുള്ള കാര്യങ്ങൾ ഇനിയും അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. ഇവർ തമ്മിലുള്ള ലഹരി ഇടപാടുകളിലെ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള പ്രാഥമിക വിവരം. ഇവരെ ചോദ്യം ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. എന്തിനായിരുന്നു കൊലപാതകമെന്ന് വ്യക്തമാകും. അരുൺകുമാർ. താങ്ക് യു. മനീഷ് മെഹ്വാലാണ് വിവരങ്ങൾ നൽകിയത്.